ഇന്നത്തെ ടോപ്പിക് പാണിനി അഷ്ടാധ്യായി കാരക തിയറി. The Panini School of Grammar is the longest standing school in Indian linguistics. ഇന്ത്യൻ ഭാഷാശാസ്ത്രത്തിലെ ഏറ്റവും ലോങ്സ്റ്റ് സ്റ്റാൻഡിംഗ് സ്കൂളാണ് പാണിനി. പാണിനി അലോങ് വിത്ത് കാത്യായന ആൻഡ് പതഞ്ജലി ആർ നോൺ ആസ് ദ ഹോളി ട്രിയോ. പാണിനി, കാത്യായന, പതഞ്ജലി എന്നീ പണ്ഡിതന്മാരെ സംസ്കൃത വ്യാകരണത്തിന്റെ ഹോളി ട്രിയോ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആൻഡ് ഓൾസോ കോൾഡ് ത്രിമുനി വ്യാകരണം. മാത്രമല്ല ഇവരുടെ വ്യാകരണത്തെ ത്രിമുനി വ്യാകരണം എന്ന പേരിൽ വിളിക്കുന്നു. ഇറ്റ് ഇൻക്ലൂഡ്സ് അഷ്ടാധ്യായി ഓഫ് പാണിനി, വാതിക ഓഫ് കാത്യായന, മഹാഭാഷ്യ ഓഫ് പതഞ്ജലി. അതിൽ പാണിനിയുടെ അഷ്ടാധ്യായി, കാത്യായനയുടെ വാതിക, പതഞ്ജലിയുടെ മഹാഭാഷ്യ എന്നിവ ഉൾപ്പെടുന്നു. നത്തിങ് മച്ച് ഇസ് നോട്ട് അബൌട്ട് ദ പേഴ്സണൽ ഡീറ്റെയിൽസ് ഓഫ് പാണിനി. പാണിനിയുടെ വ്യക്തിപരമായ വിശദാംശങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. His major work is usually referred to as his Ashtadhyayi and refers to 8 chapters on Sanskrit grammar. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളൊക്കെയും അഷ്ടാധ്യായി എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിൽ സംസ്കൃത വ്യാകരണത്തെക്കുറിച്ച് 8 അധ്യായങ്ങളായിട്ടാണ് പരാമർശിച്ചിരിക്കുന്നത്. Despite being one of the earliest grammars of Sanskrit, Ashtadhyayi is sophisticated and scholarly. അഷ്ടാധ്യായി സംസ്കൃതത്തിന്റെ ആദ്യകാല വ്യാകരണങ്ങളിൽ ഒന്നാണെങ്കിലും അത് ആധുനികവുമാണ്. ബോത്ത് ഫൊനറ്റിക്സ് ആൻഡ് ഫൊനോളജി ആർ വിത്തിൻ ദിസ് വർക്ക്. ഫൊനറ്റിക്സും ഫൊനോളജിയും ഈ കൃതിയിൽ ഉണ്ട്. അഷ്ടാധ്യായി കണ്ടെയ്ൻസ് 4000 rules or sutras of phonetics and grammar that evolved during the Vedic period. വേദകാലത്ത് പരിണമിച്ച ഫൊനറ്റിക്സിന്റെയും ഗ്രാമറിന്റെയും ഏകദേശം 4000 റൂൾസുകൾ അഥവാ നിയമങ്ങൾ അഥവാ സൂത്രാസ് അഷ്ടാധ്യായിയിൽ അടങ്ങിയിരിക്കുന്നു. The 8 chapters are divided into 4 sections or padas and define the morphology and syntax of the Sanskrit language. 8 അധ്യായങ്ങൾ 4 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. കൂടാതെ അത് സംസ്കൃത ഭാഷയുടെ രൂപഘടനയും വാക്യഘടനയും നിർവചിക്കുന്നു. The book also contains to differentiate the language used in the scriptures and vernacular. മാത്രമല്ല ഗ്രന്ഥങ്ങളിലും പ്രാദേശികമായി ഉപയോഗിക്കുന്ന ഭാഷകളും ഈ പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നു. It is believed that Panini wrote this book when Hinduism was being questioned by Buddhism and Jainism. ബുദ്ധമതവും ജൈനമതവും ഹിന്ദുമതത്തിനെ ചോദ്യം ചെയ്തപ്പോഴാണ് പാണിനി ഈ കൃതി എഴുതിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. Therefore, Ashtadhyayi serves the purpose of the restricting and thus preserving the Sanskrit language. അതിനാൽ തന്നെ അഷ്ടാധ്യായി എന്നത് സംസ്കൃത ഭാഷയെ നിയന്ത്രിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ്. പാണിനീസ് മാഗ്നം ഓപ്പസ് കണ്ടെയ്ൻ അക്ഷരസമന്യ, സൂത്രപദ, ധാതുപദ ആൻഡ് ഗണപദ. പാണിനിയുടെ മഹത്തായ കൃതിയായ അക്ഷരസമന്യയിൽ സൂത്രപദ, ധാതുപദ, ഗണപദ എന്നിവ അടങ്ങിയിരിക്കുന്നു. The Sutrapada is comprehensive rule base for the Sanskrit as proposed by Panini. പാണിനിയുടെ അഭിപ്രായത്തിൽ സംസ്കൃതത്തിന്റെ സമഗ്രമായ നിയമ അടിത്തറയാണ് സൂത്രപദം. The other 3 are properly structured and the basic database of Panini's system. മറ്റ് 3 ശരിയായ സ്ട്രക്ചർ ഉള്ളവയാണ്. ഇവയാണ് പാണിനിയുടെ സിസ്റ്റത്തിന്റെ ബേസിക് ഡേറ്റാബേസുകൾ. അക്ഷരസമന്യ contain the sound directory with 14 classes of sound differentiate on the basis of their phonological properties, that is, phoneme class are features of length, nasality and accent. 14 തരം സൗണ്ടുകളെ അവയുടെ ഫൊണോളജിക്കൽ പ്രോപ്പർട്ടീസിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന സൗണ്ട് ഡയറക്ടറി അക്ഷരസമന്യയിൽ ഉണ്ട്. The Sutrapada contains about 4000 sutras and is arranged in the Adhyaya or chapters and Pada or subchapters. സൂത്രപദയിൽ ഏകദേശം 4000 സൂത്രങ്ങൾ അടങ്ങിയിരിക്കുന്നു. അവയെ അധ്യായങ്ങൾ, പാഠങ്ങൾ എന്നിവയായി ക്രമീകരിച്ചിരിക്കുന്നു. It could be divided into 4 parts for convenience of understanding. മനസ്സിലാകാനുള്ള സൗകര്യത്തിനായി ഇവയെ 4 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. The first section deals with the classification and enumeration of bases and their categories. ആദ്യ ഭാഗത്തിൽ ഇവയുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ചും കാറ്റഗറീസിനെ കുറിച്ചും പറയുന്നു. The second section deals with the derivation of bases. രണ്ടാമത്തെ ഭാഗത്തായി ബേസുകളുടെ ഡെറിവേഷനെ കുറിച്ചും. The third section deals with the base prefix enumeration and derivation of base. മൂന്നാമത്തെ ഭാഗത്തായി ബേസ് പ്രിഫിക്സും ബേസ് ഡെറിവേഷനെ കുറിച്ചും
The fourth section deals with the rules of morphophonemic. നാലാമത്തെ ഭാഗത്തായി മോർഫോഫോണീമിക് റൂൾസുകളെ കുറിച്ചും പറയുന്നു. Panini framed the sutras to organize words by formulating different techniques in about 4,000 sutras, which are verbless sentences and appear like codes. വേർബുകളില്ലാത്തതും കോഡുകൾ പോലെ കാണപ്പെടുന്നതുമായ സെന്റൻസുകളിൽ വ്യത്യസ്തമായ സാങ്കേതിക വിദ്യകൾ രൂപപ്പെടുത്തി വാക്കുകളെ ക്രമീകരിക്കാൻ പാണിനി 4000 സൂത്രാസ് അഥവാ റൂൾസുകൾ രൂപപ്പെടുത്തി. Panini developed an artificial system to analyze Sanskrit and compose its grammar. സംസ്കൃതം വിശകലനം ചെയ്യുന്നതിനും അതിന്റെ വ്യാകരണം ഉണ്ടാക്കുന്നതിനുമായി പാണിനി ഒരു കൃത്രിമ സംവിധാനം വികസിപ്പിച്ചെടുത്തു. The sutras or rule types are the following 7 types. സൂത്രങ്ങൾ അഥവാ റൂൾസുകൾ 7 തരത്തിലാണ്. Number 1, വിധി. വിധി deals with operation or provision. One example is that simple vowel will be lengthened if they are followed by similar vowel. വിധി എന്ന് വെച്ചാൽ ഓപ്പറേഷൻ അഥവാ പ്രൊവിഷൻ എന്നാണ്. അതായത് ഒരു വവൽ സൗണ്ടിന് സമാനമായ സെയിം വവൽ സൗണ്ട് തന്നെ ഫോളോ ചെയ്തു വരികയാണെങ്കിൽ ആ അക്ഷരത്തിന്റെ ലെങ്ത് കൂടും. ഫോർ എക്സാമ്പിൾ ആ പ്ലസ് ആ ഇസിക്വൽ ടു ആ. നമ്പർ 2, സംജ്ഞ. സംജ്ഞ ഇൻട്രൊഡ്യൂസസ് ക്ലാസ് ആൻഡ് കൺവെൻഷൻ. ക്ലാസുകളെയും കൺവെൻഷനെയും കുറിച്ച് പരിചയപ്പെടുത്തുന്നതാണ് സംജ്ഞ. നമ്പർ 3, അധികാര. അധികാര ഡീൽസ് വിത്ത് ഹെഡിങ്. ഹെഡിങ്ങിനെ പറ്റി പറയുന്നതാണ് അധികാരം. നമ്പർ 4, ആദിദേശ. ആദിദേശ റിഫേഴ്സ് ടു എക്സ്റ്റൻഷൻ. എക്സ്റ്റൻഷനെ കുറിച്ച് പരാമർശിക്കുന്നതാണ് ആദിദേശ. നമ്പർ 5, നിയമ. നിയമ എന്യൂമറേറ്റ്സ് ദ റെസ്ട്രിക്ഷൻ ഈവൻ ഓഫ് അതർ റൂൾസ്. അതായത് നിയന്ത്രണങ്ങൾ, അത് റൂളുകളായാലും ശരി, അതിനെയൊക്കെ നിയന്ത്രിക്കുന്നതിനാണ് നിയമ എന്ന് പറയുന്നത്. നിയമങ്ങൾ ഒക്കെ റൂൾസുകൾ. നമ്പർ 6, നിഷേധ. നിഷേധ ഈസ് നെഗേഷൻ. നെഗേഷൻ മീൻസ് നിഷേധം, നിഷേധിക്കുന്നതിന്. നമ്പർ 7, പരിഭാഷ. പരിഭാഷ ഈസ് മെറ്റാ റൂൾ. മെറ്റാ റൂളിനെ കുറിച്ച് പറയുന്നതാണ് പരിഭാഷ. മെറ്റാ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസ് ഇൻസൈഡ് ദ റൂൾ, നിയമങ്ങൾക്കുള്ളിലെ നിയമങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് പരിഭാഷ എന്ന് പറയുന്നത്. Dhatupada provides the list of about 1967 verb roots that are distributed in 10 conjugation classes to undergo peculiar operation. 1967 verb റൂട്ടുകളുടെ ലിസ്റ്റ് ധാതുപദ നൽകുന്നു. ഗണപദ contains the primitive nominal bases including 23 pronouns. 23 പ്രൊനൗണുകൾ ഉൾപ്പെടെയുള്ള പ്രിമിറ്റീവ് നോമിനൽ ബേസുകൾ ഗണപദയിൽ അടങ്ങിയിരിക്കുന്നു. Panini employs the derivational process to generate complete syntactic word called padas. വാക്യഘടനാ പദങ്ങൾ ഉണ്ടാക്കാനായി പാണിനി ഡെറിവേഷനെ ഉപയോഗിക്കുന്ന രീതിയെ പാഡാസ് എന്ന് പറയുന്നു. The Ashtadhyayi of Panini is the first attempt at a complete description of the language. ഒരു ഭാഷയുടെ പൂർണ്ണമായ വിവരണത്തിനുള്ള ആദ്യ ശ്രമമാണ് പാണിനിയുടെ അഷ്ടാധ്യായി. The crux of Panini's grammar is concerned with the derivation of words in the context of the sentence. പാണിനിയുടെ വ്യാകരണത്തിന്റെ കാതൽ എന്നത് ഒരു സെന്റൻസിലെ വേർഡ്സുകളുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ടതാണ്. It was for the first time in the history that explicit convention and rules were laid out for the language. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഭാഷയ്ക്ക് വ്യക്തമായ റൂളുകൾ രൂപപ്പെടുത്തിയത്. അഷ്ടാധ്യായി is a complex and difficult book that was taught orally. അഷ്ടാധ്യായി ഓറലി അഥവാ വായ്മൊഴിയായി പഠിപ്പിച്ച സങ്കീർണവും ബുദ്ധിമുട്ടുള്ളതുമായ ഒരു ഗ്രന്ഥമാണ്. It is a system of linguistic description including meta rules, lexical list, phonological list and a list of additional affixes. ഇതിൽ ഭാഷാ വിവരങ്ങളായ മെറ്റാ റൂളുകൾ, ലെക്സിക്കൽ ലിസ്റ്റുകൾ, ഫോണോളജിക്കൽ ലിസ്റ്റ്, അഡീഷണൽ അഫിക്സ് എന്നിവ ഉൾപ്പെടുന്നു. These reveal the rules that govern the syntax and the principle that decide the rules. സെന്റൻസ് സ്ട്രക്ചറിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങളും നിയമങ്ങൾ തീരുമാനിക്കുന്ന തത്വങ്ങളെയും ഇവ വെളിപ്പെടുത്തുന്നു. Many rules in the Ashtadhyayi explicitly establish convention of the speech form reference used throughout the grammar. അഷ്ടാധ്യായിലെ പല നിയമങ്ങളും വ്യാകരണത്തിലുടനീളം ഉപയോഗിച്ചിരിക്കുന്ന സംഭാഷണ രൂപത്തിന്റെ കൺവെൻഷനുകൾ വ്യക്തമായി കാണാനാകും. The rules in Ashtadhyayi is complicated. അഷ്ടാധ്യായിലെ റൂളുകൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. The ideas in one rule can carry over the next to many others. ഒരു നിയമത്തിലെ ആശയങ്ങൾ അടുത്തതിലേക്കോ മറ്റു പലതിലേക്കോ കൊണ്ടുപോകാം. Some words used in the words have specialized meaning.
അഷ്ടാധ്യായിയിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകൾക്ക് പ്രത്യേക അർത്ഥങ്ങളുണ്ട്. മോറോവർ, വൺ റൂൾ മൈറ്റ് കൺട്രോൾ അതർ റൂൾസ്. മാത്രമല്ല, ഒരു നിയമം മറ്റു റൂളുകളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അഷ്ടാധ്യായി ഈസ് ജനറേറ്റീവ് ഇൻ ഇറ്റ്സ് അപ്രോച്ച് ആസ് മച്ച് ആസ് ഇറ്റ് ഈസ് ഡിസ്ക്രിപ്റ്റീവ്. അഷ്ടാധ്യായിൽ വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു സമീപനം കാണാനാകും. Two reasons make this work important for linguistic computation. ഭാഷാപരമായ കാര്യത്തിൽ രണ്ട് കാര്യങ്ങൾ ഇതിനെ പ്രധാനമാക്കുന്നു. First, that it gives the detailed and rule-based detail of Sanskrit, and second, that the grammatical model provided by this book explain a functional natural language processing system. ഒന്നാമതായി ഇത് സംസ്കൃതത്തിലെ നിയമാനുസൃതമായ വിശദാംശങ്ങൾ നൽകുന്നു. രണ്ടാമതായി ഈ പുസ്തകം നൽകുന്ന ഗ്രമാറ്റിക്കൽ മോഡൽ ഒരു നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് സിസ്റ്റത്തെ വിശദീകരിക്കുന്നു. The analysis of pronunciation dealt with the Panini is comparable to 20th century Western linguistics. ഇതിൽ പാണിനി കൈകാര്യം ചെയ്ത പ്രൊനൗൺസിയേഷന്റെ അനാലിസിസ് 20ാം നൂറ്റാണ്ടിലെ വെസ്റ്റേൺ ലിംഗ്വിസ്റ്റിക്സുമായി താരതമ്യപ്പെടുത്താവുന്നതാണ്. The complex meta-rules, transformation, and resurrection mentioned in Ashtadhyayi makes it analogs to the Turing machine, which is an idealized mathematical model and reduces the logical structure of any computing device to its essential. അഷ്ടാധ്യായിൽ പരാമർശിച്ചിരിക്കുന്ന സങ്കീർണമായ മെറ്റാറൂളുകൾ, ട്രാൻസ്ഫർമേഷൻ, റിസറക്ഷൻ എന്നിവ അതിനെ ഒരു ട്യൂറിംഗ് മെഷീനുമായി സാമ്യമുള്ളതാക്കുന്നു. ഇത് അനുയോജ്യമായ ഒരു ഗണിതശാസ്ത്ര മാതൃകയാണ്. As mentioned above, Panini provides a detailed interpretation of phonology, morphology, syntax, semantics. മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ പാണിനി ഫൊണോളജി, മോർഫോളജി, സിൻടാക്സ്, സിമാൻറ്റിക്സ് എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിശദാംശങ്ങൾ നൽകുന്നു. His works provide scientific analysis and a description of Sanskrit. അദ്ദേഹത്തിന്റെ കൃതികൾ സംസ്കൃതത്തിന്റെ ശാസ്ത്രീയമായ വിശകലനവും വിവരണവും നൽകുന്നു. Panini's grammar observes language from the perspectives of speaker and the listener. പാണിനിയുടെ ഗ്രാമർ ഭാഷ സംസാരിക്കുന്നവന്റെയും ഭാഷ കേൾക്കുന്നവന്റെയും വീക്ഷണകോണിൽ നിന്നും പറയുന്നു. Panini proposes that the listener comprehend the entire sentence in the first place and position meaning the word in the context only later. കേൾക്കുന്നയാൾ മുഴുവൻ സെന്റൻസും ആദ്യം മനസ്സിലാക്കുകയും പിന്നീട് സന്ദർഭത്തിനനുസരിച്ച് വാക്കുകളുടെ അർത്ഥമെടുക്കണമെന്ന് പാണിനി പറയുന്നു. This perspective argues that only when words come together through a formal process do they generate the meaning of the sentence. ഔപചാരികമായ, അതായത് അടുക്കും ചിട്ടയുമായ ഒരു പ്രക്രിയയിലൂടെ വാക്കുകൾ കൂടിച്ചേരുമ്പോൾ മാത്രമേ അവ ഒരു സെന്റൻസിന്റെ അർത്ഥം ഉണ്ടാക്കുകയുള്ളൂ എന്ന് ഇത് വാദിക്കുന്നു. Thereby, it is said that sentences carry the real syntactic meaning and not individual words. അതുവഴി സെന്റൻസ് യഥാർത്ഥ സിന്റാറ്റിക് മീനിങ് അഥവാ വാക്യഘടന വഹിക്കുന്നുവെന്നും അവ ഒരു ഇൻഡിവിജ്വൽ വേർഡ് അല്ല എന്നും പറയപ്പെടുന്നു. And in the comprehension of the meaning of the sentence involve both its syntactic and semantic aspects. സെന്റൻസിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിൽ അതിന്റെ സിമാൻറ്റിക് ആൻഡ് സിന്റാറ്റിക് ആസ്പെക്റ്റുകൾ ഉൾപ്പെടുന്നു. സിമാൻറ്റിക് എന്ന് പറഞ്ഞാൽ മീനിങ്, സിന്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഗ്രാമർ. Panini brings in sentence analysis on various levels to provide interpretation. ഇന്റർപ്രിട്ടേഷൻ അഥവാ വിശദീകരണം നൽകുന്നതിനായി പാണിനി വിവിധ തലങ്ങളിൽ സെന്റൻസ് അനാലിസിസ് കൊണ്ടുവരുന്നു. The superficial construction of a sentence is termed the surface level, while the intention of the speaker in uttering the sentence are known as semantic level. ഒരു സെന്റൻസിന്റെ സൂപ്പർഫിഷ്യൽ കൺസ്ട്രക്ഷനെ സർഫസ് ലെവൽ എന്നും സെന്റൻസ് പറയുന്ന ആളിന്റെ ഇന്റൻഷനെ സിമാൻറ്റിക് ലെവൽ എന്നും വിളിക്കുന്നു. While the former is purely dependent on morphology, the latter is semantic. ആദ്യം പറഞ്ഞത്, അതായത് സർഫസ് ലെവൽ പൂർണ്ണമായും മോർഫോളജിയെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ രണ്ടാമത്തേത് സിമാൻറ്റിക് ആണ് അഥവാ മീനിങ് ആണ്. Between these two levels of sentence analysis, Panini considered two more levels. സെന്റൻസ് അനാലിസിസിന്റെ ഈ രണ്ട് ലെവലുകൾക്കിടയിൽ പാണിനി കാരക, വിഭക്തി എന്നീ രണ്ട് ലെവൽ കൂടി പരിഗണിക്കുന്നുണ്ട്. അതായത് സിമാൻറ്റിക് ലെവലിന്റെയും സർഫസ് ലെവലിന്റെയും ഇടയിലായിട്ട് കാരക ലെവലെന്നും വിഭക്തി ലെവലെന്നും രണ്ട് ലെവൽ കൂടി പരിഗണിക്കുന്നുണ്ട് പാണിനി. In Sanskrit grammar, vibhakti is a word suffix that help in identifying the participant, gender and form of the words.
സംസ്കൃത വ്യാകരണത്തിൽ ജെൻഡറും ഫോം ഓഫ് വേർഡ്സ് അഥവാ ലിംഗഭേദം, പദത്തിന്റെ രൂപം എന്നിവ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു പദപ്രത്യയമാണ് അഥവാ വേർഡ് സഫിക്സ് ആണ് വിഭക്തി. For verb, വിഭക്തി includes a verb form and auxiliary verbs. വേർബുകൾക്ക് വിഭക്തിയിൽ വേർബ് ഫോമും ഓക്സിലറി വേർബും ഉൾപ്പെടുന്നു. The verb is the central to Panini's grammar and is considered the binding element of the sentence. ക്രിയ അഥവാ വേർബ് എന്നത് പാണിനിയുടെ വ്യാകരണത്തിന്റെ കേന്ദ്രഭാഗമാണ്. ഇത് സെന്റൻസിന്റെ ബൈൻഡിംഗ് എലമെന്റായി കണക്കാക്കപ്പെടുന്നു. In the Sutra 23 of Ashtadhyayi, Panini mentioned the theory of Karaka. അഷ്ടാധ്യായിലെ സൂത്ര 23 പാണിനി കാരക തിയറിയെക്കുറിച്ച് പരാമർശിക്കുന്നു. It defines a sentence in terms of ക്രിയ and Karaka and their relation. വേർബ്, കാരക എന്നിവയുടെ റിലേഷന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു സെന്റൻസിനെ ഡിഫൈൻ ചെയ്യുന്നു. The etymological meaning of the word Karaka is one who does something. കാരക എന്ന വാക്കിനർത്ഥം എന്തെങ്കിലും ചെയ്യുന്നവൻ എന്നാണ്. The one who is related to the action is Karaka. അതായത് ആക്ഷനുമായിട്ട് അഥവാ പ്രവൃത്തിയുമായിട്ട് അഥവാ ക്രിയയുമായിട്ട് റിലേറ്റ് ചെയ്ത ആളെ കാരക എന്ന് വിളിക്കാം. Panini's theory of Karaka was supported by another great linguist, Patanjali, who came after him. പാണിനിക്ക് ശേഷം വന്ന പതഞ്ജലിയും പാണിനിയുടെ കാരക തിയറിയെ സപ്പോർട്ട് ചെയ്തിരുന്നു. Based on the direct and continuous relationship between the verb and the nominal, Sanskrit has 6 different types of Karaka relation. ക്രിയയും നാമധേയവും അഥവാ വേർബും നോമിനലും തമ്മിലുള്ള തുടർച്ചയായ ബന്ധത്തെ അടിസ്ഥാനമാക്കി സംസ്കൃതത്തിന് 6 വ്യത്യസ്ത തരം കാരക ബന്ധങ്ങളുണ്ട്. നമ്പർ 1, കാർട്ട, used to perform action independently on its own. സ്വതന്ത്രമായി പ്രവർത്തനം നടത്താൻ ഉപയോഗിക്കുന്നു. നമ്പർ 2, കർമ്മ, is the locus of the result. റിസൾട്ടിന്റെ സ്ഥാനം പറയുന്നു. നമ്പർ 3, കാരണ. നമ്പർ 4, സമ്പ്രദായ. നമ്പർ 5, അപദാന. നമ്പർ 6, ആധാര. The first 3 are considered the foremost Karakas and the last 3 are known as the influenced Karakas. ആദ്യത്തെ 3 ഫോർമോസ്റ്റ് കാരക അഥവാ മുൻനിര കാരകങ്ങളായി കണക്കാക്കപ്പെടുന്നു. അവസാനത്തെ 3 ഇൻഫ്ലുവൻസ്ഡ് കാരകാസ് എന്നും അറിയപ്പെടുന്നു. Panini's contribution to grammar is a systematic work and employs generalization to capture general and specific details of the language. ഗ്രാമറിലുള്ള പാണിനിയുടെ സംഭാവന ഒരു ചിട്ടയായ പ്രവർത്തനമാണ്. Along with the general rules, exceptions in the language are also mentioned. പൊതുവായ നിയമങ്ങൾക്കൊപ്പം ഭാഷയിലെ ഒഴിവാക്കലും പരാമർശിക്കപ്പെടുന്നു. അഷ്ടാധ്യായ presupposes an analysis of utterance into constituent words, padas, words into stem and affix, and derivable stems into their components. അഷ്ടാധ്യായിൽ ഉച്ചാരണങ്ങളെ പാഡാസ്, അഫിക്സ് എന്നിവയെ അവയുടെ ഘടകങ്ങളായി വിശകലനം ചെയ്യുന്നു. It could be clearly seen that when linguistic construction are broken into continuant parts, a hierarchy could be seen. ഭാഷാപരമായ നിർമ്മിതികളെ ഘടകഭാഗങ്ങളായി വിഭജിക്കുമ്പോൾ ഒരു ശ്രേണി വ്യക്തമായി കാണാൻ കഴിയും. Ashtadhyayi is generative in its approach as much as descriptive. അഷ്ടാധ്യായി അതിന്റെ സമീപനത്തിൽ ഡിസ്ക്രിപ്റ്റീവുമാണ്. 2 reasons make this work important for linguistic computation. ഭാഷാപരമായ കണക്കുകൂട്ടലിന് 2 കാരണങ്ങൾ ഈ ജോലിയെ പ്രധാനമാക്കുന്നു. First, it gives the detailed and rule-based detail of Sanskrit, and second, the grammatical model provided by this book explain a functional natural language processing system. ഒന്നാമതായി ഇത് സംസ്കൃതത്തിന്റെ വിശദവും നിയമാനുഷ്ഠിതമായ വിശദാംശങ്ങൾ നൽകുന്നു. രണ്ടാമതായി ഈ പുസ്തകം നൽകിയിരിക്കുന്ന വ്യാകരണ മാതൃക ഒരു നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് സിസ്റ്റത്തെ വിശദീകരിക്കുന്നു. The analysis of pronunciation dealt with Panini is comparable to 20th century Western linguistics. പാണിനി കൈകാര്യം ചെയ്ത ഉച്ചാരണത്തിന്റെ വിശകലനം 20ാം നൂറ്റാണ്ടിലെ പാശ്ചാത്യ ഭാഷാശാസ്ത്രവുമായി താരതമ്യപ്പെടുത്താവുന്നതാണ്. The complex meta rules, transformation and resurrection mentioned in the Ashtadhyayi makes it analogous
to the Turing machine, which is idealized mathematical model and reduce the logical structure of any computing device to its essential. അഷ്ടാധ്യായിയിൽ പരാമർശിച്ചിരിക്കുന്ന സങ്കീർണമായ മെറ്റാ റൂളുകൾ, ട്രാൻസ്ഫർമേഷൻ, ആവർത്തനങ്ങൾ എന്നിവ അതിനെ ഒരു ട്യൂറിംഗ് മെഷീനുമായി സാമ്യമുള്ളതാക്കുന്നു. Panini had formulated certain rules in such a manner that the resultant grammar is open to further generation and is open to new possibilities. ഇത് അനുയോജ്യമായ ഒരു ഗണിതശാസ്ത്ര മോഡലാണ്. ഇത്തരത്തിലുള്ള ഒരു ഗ്രാമർ വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള പുതിയ സാധ്യതകൾ തുറക്കുന്ന വിധത്തിൽ പാണിനി ചില നിയമങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നു. ഈ ഒരു സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നെക്സ്റ്റ് ടോപ്പിക് കാത്യായന വാത്തിക. താങ്ക് യു.